പോലീസ് കൃത്യമായി അന്വേഷിച്ച് കുറ്റക്കാരായ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്നിപ്പോ ശ്രീ തങ്കച്ചൻ തന്നെ അതിന്റെ സംഭവങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ജില്ലയിലെ കോൺഗ്രസിലെ നേതൃത്വം തമ്മിൽ പണത്തിൽ പറ്റിയുള്ള വലിയ രൂപത്തിലുള്ള തമ്മിൽ തല്ലാണ് കുറെ കാലങ്ങളായി നടക്കുന്നത്. അതിന് ഇരകളായി ഒരുപാട് പേർ മരണപ്പെട്ടതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. NM വിജയൻ ഉൾപ്പെടെ DCCയുടെ ട്രഷറർ NM വിജയനും അദ്ദേഹത്തിന്റെ മകനും ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യേണ്ടതെന്ന അവസ്ഥ പോലും നേരത്തെ ഉണ്ടായത് നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ വയനാട്ടിലുണ്ട്. ഈ പുൽപ്പള്ളിയിൽ തന്നെ ഇതേ പുൽപ്പള്ളിയിൽ തന്നെ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന കാരണം 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് ആത്മഹത്യ ചെയ്തത്. അത് കോൺഗ്രസിൽ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫണ്ട് ഉണ്ടാവുകയും അതിന്റെ പേരിലുള്ള തമ്മിൽ തല്ലും വലിയ രൂപത്തിൽ നടക്കുകയാണ്. അപ്പൊ തട്ടിപ്പ് നടത്താൻ വേണ്ടിയുള്ള കൊള്ള സംഘമായി യഥാർത്ഥത്തിൽ വയനാട്ടിലെ കോൺഗ്രസ് മാറിയെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇപ്പോ ഇവിടെ അവരുടെ ഇടയിലുള്ള പ്രശ്നത്തിന്റെ ഭാഗമായി ഒരു നിരപരാധിയെ കേസിൽ കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനം സംഘടിപ്പിച്ചതിനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പൊ കൃത്യമായ അതിന്റെ ഭാഗമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം അതിന്റെ എല്ലാ കുറ്റക്കാരായ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത്തരം അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെല്ലാം അതിന്റെ ഭാഗമായി തന്നെ കുറ്റക്കാരെല്ലാം ശിക്ഷിക്കപ്പെടും. അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കാലങ്ങളായി തന്നെ വയനാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെ, ഇപ്പോൾ തങ്കച്ചൻ പറയുന്നതനുസരിച്ചും തന്നെ പെടുത്തുമെന്നുള്ളൊരു കാര്യം മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമാധാനമായിട്ട് കിടത്തി ഉറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. അതിന്റെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഇവ കോൺഗ്രസിനിടയിൽ വലിയ രൂപത്തിലുള്ള ഗ്രൂപ്പ് വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രൂപ്പ് വഴക്ക് എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ വലിയ രൂപത്തിൽ പണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സമ്പത്തിന് വേണ്ടിയുള്ള വലിയ രൂപത്തിലുള്ള തമ്മിൽ തല്ലാണ് കോൺഗ്രസിൽ കുറെ കാലം നടക്കുന്നത്. ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല കോൺഗ്രസിന്റെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. നേരത്തെ രാമചന്ദ്രൻ നായർ ഒരാൾ ആത്മഹത്യ ചെയ്തു. പിന്നീട് DCC ട്രഷറർ തന്നെ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ആ ഘട്ടത്തിൽ വിഷയങ്ങൾ പുറത്തു വന്നതാണ്. ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടും അത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ആ ഘട്ടത്തിൽ തന്നെ വിഷയങ്ങൾ പുറത്തു വന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങൾ പുറത്ത് തന്നെയാണ്. പുൽപ്പള്ളിയിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് DCCയുടെ അധ്യക്ഷനും ഒരു ഭാഗത്ത് DCCയുടെ മുൻ അധ്യക്ഷനും MLA-യുമായ IC ബാലകൃഷ്ണനുമാണ് എന്നുള്ളത് തങ്കച്ചൻ പറയുന്ന അദ്ദേഹം തന്നെ പറയും, നമ്മളെല്ലാം കേൾക്കുകയാണ്. അദ്ദേഹം സജീവമായ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, കോൺഗ്രസിന്റെ ഭാഗവാഹിതനാണ്. അവർക്കിടയിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവം. നിങ്ങൾ നോക്കൂ എത്രമാത്രം മനുഷ്യരഹിതമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നാണ്. കൂടെയുള്ളൊരു പ്രവർത്തകനെ, അതായത് കോൺഗ്രസിന്റെ തന്നെ സജീവ പ്രവർത്തകനെ ഒരു കള്ളർ കേസിൽ കൊടുക്കാൻ വേണ്ടി എന്ത് നീചമായ പ്രവൃത്തിയും കോൺഗ്രസ് ചെയ്യുമെന്ന നിലയിലൊക്കെ വന്നിരിക്കുന്നത്. അത് അദ്ദേഹം തന്നെ പറയാം, CPI-എമ്മോ ഇടതുപക്ഷമോ മറ്റേതെങ്കിലും പാർട്ടികളോ കോൺഗ്രസിനെതിരായി ഉന്നയിക്കുന്ന ആരോപണമല്ല. കോൺഗ്രസിന് വേണ്ടി ദീർഘകാലമായി പ്രവർത്തിച്ചാൽ അദ്ദേഹം നിരപരാധിയായിട്ടും ജയിലിലടക്കപ്പെട്ടതിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറയുന്നത് പോലീസ് തന്നെയാണ് ആ കാര്യങ്ങൾ കൃത്യമായി വസ്തുത പുറത്തുകൊണ്ടുവന്നതെന്നും ശ്രീ തങ്കച്ചൻ പറയുന്നുണ്ട്. ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി ഇടപെട്ടതിനെ സംബന്ധിച്ചും പോലീസിന് മുമ്പിൽ സ്വാഭാവിക തെളിവുകൾ വരുമ്പോൾ ആ നിലയിൽ ആദ്യത്തെ പ്രാഥമികമായി ആ നിലയിലാണ് നടത്താൻ പറ്റുക. പക്ഷേ വസ്തു അതെല്ലാം ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ കൃത്യമായി അന്വേഷിച്ച് കുറ്റക്കാരായിട്ടുള്ള ആളുകൾ കണ്ടെത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. അപ്പം ഇത് ഉണ്ടായിട്ടുള്ളത് എന്ത് നീച പ്രവർത്തനവും കൂടെ പ്രവർത്തകർക്കെതിരെ പോലും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത സംഘമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇപ്പൊ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, എന്ത് നീച പ്രവർത്തനയും ന്യായീകരിക്കുന്നവരായി കേരളത്തിൽ കോൺഗ്രസ് മാറിയിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ സ്ത്രീകളോട് ഏറ്റവും മോശമായി പെരുമാറിയിട്ടുള്ള, അങ്ങേയറ്റം സ്ത്രീകൾ നിലപാട് സ്വീകരിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന MLA ആയിട്ടുള്ള ഒരാളെ ഏത് വിധേനയും സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പം എല്ലാ നീച പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. സ്വന്തം അധികാരവും സ്വന്തം താല്പര്യങ്ങളും മാത്രമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിന്റെ ഒടുവിലത്തൊരു സംഭവം കണ്ടിരിക്കുന്നത് ഏതെങ്കിലും CPM-ന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയോ ഭാഗമായ ആളുകൾ ചെയ്തതിനെ കുറിച്ചല്ല, അങ്ങനെയുള്ള ഒരു സംഭവമല്ല. അതേ പാർട്ടിയിൽപ്പെട്ട ND അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ DCCയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് തങ്കച്ചൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ അത് സംബന്ധിച്ച് വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും മുന്നിൽ കൊണ്ടുവരണം. ഇത്തരം നീച പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ചെയ്യുമ്പോൾ അതിനെതിരായ പൊതുബോധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.